ഹലോ മച്ചാന്മാരെ, ഒരു കിടിലൻ മൂന്നാർ ട്രിപ്പാണ് നിങ്ങൾക്ക് വേണ്ടി. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക്. കാരണം അത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പോയ വഴി കുക്കിങ്ങും ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ, ഇന്നൊരു യാത്ര പെട്ടെന്ന് പോകണം. നാളെ എന്തായാലും അവധിയൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് ഞാനും ആശിഷും ഉണ്ട്. പിന്നെ കാരണം അത് നമ്മുടെ നിഖിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പ്ലാനിങ് ആണല്ലേ. ബൈക്കിലാണ് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് ഞാൻ ഇരുന്നപ്പോൾ ബൈക്കിൽ പ്ലാൻ ചെയ്ത് പെട്ടെന്ന്. അപ്പോൾ നീ വിളിച്ചപ്പോഴത്തേക്ക് മഴ ഇന്നത്തെ മഴ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം ഒരു 2 മണിക്ക് തുടങ്ങിയ മഴ തീർന്നിട്ടില്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. നല്ല മഴയാണ്. നമ്മളെ ദേഹമൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 11:48 നമ്മളിപ്പോൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വൈബിൽ, മഴയത്തുള്ളൊരു ഈ വൈബിലാണ് യാത്ര എങ്ങനെയാവും എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഫുൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത്, ആശിഷെല്ലാം പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ അമേസിലാണ് പോണത്. അപ്പം അമേസിലെ യാത്ര എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ മഴ ഉണ്ടല്ലോ, നല്ല പൊളി മഴയാണ്. അപ്പോൾ കേരളത്തിലൊക്കെ പലയിടത്തും അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള അറിഞ്ഞുകൊണ്ട് ഇനി വാർത്തയെല്ലാം നോക്കണം. ഇതിന് സ്ഥലം മാറ്റുമോ എന്നൊന്നും നമുക്കൊന്നും ഒരു പ്ലാനിങ് ഇല്ല. എന്തായാലും നൈറ്റ് വൈബിൽ ഈ ഒരു യാത്ര അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. പൊളിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. അടുത്ത അതായത് ഈ വീഡിയോ തീർന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പോവാം. അപ്പോൾ നമ്മൾ യാത്ര ഇരിക്കാൻ നമ്മൾ 4 പേരാണ്. ബാക്കിയുള്ളവർ പോകെ പരിചയപ്പെടാം. വഴിയിൽ നിന്ന് പിക്ക് ചെയ്യണം കുറച്ച് പേരെ. നല്ല മഴയുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളടുത്ത് യാത്ര തിരിക്കുന്നതിന് മുമ്പേ നമ്മളിതാ പെട്രോൾ അടിക്കാൻ കയറി. എന്നിട്ട് അടുത്ത പരിപാടി എന്താണ്, നമ്മുടെ ഡ്രൈവർ ആശിഷാണ് കേട്ടോ, ഇന്നത്തെ ഫുൾ ഡ്രൈവർ. പക്കു നേരത്തെ കിടപ്പായി, ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. എന്തായാലും നമ്മൾ എത്ര ലിറ്റർ പെട്രോൾ അടിച്ച്? 31 ലിറ്റർ പെട്രോൾ അടിച്ച്. ഏതുവരെ എത്തുമെന്നാണ് നോക്കാൻ. പൈസ കൊടുത്ത് നോക്കിയിട്ട് പോവാം. അപ്പം നമ്മൾ വണ്ടിത്തടം പെട്രോൾ പമ്പിൽ നിന്നാണ് നേരെ ഇനി നമ്മൾ ബൈപ്പാസ് കയറുന്നു, നേരെ തിരിക്കുന്നു. ഇനി വേറെ ഒരു നിർത്തൂലല്ലോ. ഇനി ആശിഷിന് ഉറക്കം വരുമ്പോ ഊട്ടിയല്ലല്ലോ, കാന്തല്ലൂർ. അപ്പം ഊട്ടി ഓർമ്മിപ്പിക്കല. ഊട്ടിയിൽ നമ്മൾ പണ്ടൊരു ട്രിപ്പ് പോയൊരു കഥയാണ്. ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വേറൊന്നും പറയേണ്ടത്, ഇപ്പൊ ഇരുട്ടായി. അപ്പം നമ്മുടെ പ്രതീക്ഷിക്കാത്ത യാത്രയിൽ ഗൈസ്, പ്രതീക്ഷിക്കാത്തൊരു ഘട്ടം കൂടി. രാത്രി 3 മണിക്ക്. ഇതാണ് നൈറ്റ് റൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കാത്ത യാത്രയിൽ പ്രതീക്ഷിക്കാത്ത ഘട്ടം കൂടി. അങ്ങനെയല്ലേ? പ്രതീക്ഷിക്കാത്ത വരുത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് ചായക്കട ഘട്ടം കൊടുക്കുക. തള്ളല്ലേ, 2 കിലോമീറ്റർ ഒന്നുമില്ല. അതുപോലെ അവിടെ നിന്ന് 10 മീറ്റർ മാറിയാണ് ഞാൻ വന്നത്. എന്നിട്ട് 2 കിലോമീറ്റർ. നമ്മളെ ചേട്ടൻ, തട്ടുകടയിലെ ചേട്ടൻ നല്ല ഓംലേറ്റ് ഒക്കെ അടിച്ച് നമുക്ക് തരെയാണ്. അപ്പോൾ അത് കഴിക്കാനുള്ള ശ്രമത്തിലാണ്. നല്ല ആവി പറക്കണം ഓംലേറ്റ്. പൊളിയോട് മച്ച് നല്ല ആവി പറയും. പക്ഷേ ഒരു ഓംലേറ്റ് കഴിച്ചിട്ട് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒരു ഏറെ നല്ല കുറഞ്ഞിട്ട് നമ്മളിന്ന് നേരെ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ എന്തായാലും കാന്തല്ലൂർ പോകുന്ന യാത്ര കഴിഞ്ഞാലിപ്പോൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സെറ്റ് ഹെയർ പിന്നാണ്. കുറേ ഹെയർ പിൻസ് ഉണ്ട്. നല്ല കോട, ഞാൻ പറഞ്ഞില്ലേ കോട വരുന്നത്, അതുപോലെ കോടയൊക്കെ വന്നു തുടങ്ങി. തണുപ്പടിച്ചു തുടങ്ങി.
അങ്ങനെ മച്ചവര് നമ്മൾ മൂന്നാറിന്റെ അടിവാരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. പുറകിൽ നല്ല തേയിലത്തോട്ടം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പൊളി വൈബാണ്. എങ്ങനെയുണ്ട് വൈബ്? ആരുടെ അറുപാതിപ്പാട് അറുപാതിപ്പ് എന്തായാലും പൊള്ളിയാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നാർ ജംഗ്ഷനിൽ ഒരു വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കുകയാണ്. ബാക്കിയുള്ള രണ്ടെണ്ണം ഉറങ്ങി ചത്ത് വരെയാണ്. ഉറക്കം വണ്ടി കയറിയ നേരം തൊട്ട് ഉറങ്ങാൻ തുടങ്ങിയാണ്. അപ്പോൾ നമ്മളിതാ മൂന്നാർ സിറ്റിയിലോട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. ഇനി കഴിഞ്ഞിട്ടാണ്. ഇവിടെ നല്ല മഴയുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴ തുടങ്ങി. നേരത്തെ നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇനി മഴ ഇനിയിപ്പോൾ തുടങ്ങും. അതിന് മുൻപ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാൻ പോയാണ്. അപ്പം നമ്മൾ രാവിലെ മൂന്നാർ ടൗണിലെത്തി. ഏകദേശം 11 മണിയോടെയായി. എന്തായാലും ഇവിടെ നല്ലൊരു മഴയുടെയും തണുപ്പിൻ്റെ അറിയാമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കാണ്ടാണ് നമ്മളിങ്ങനെ ഓടി മൂന്നാർ എത്തി. ഇന്നലെ രാത്രി തിരിച്ചാണ്. അപ്പം ഇവിടുത്തെ ദോശയും 3 ഐറ്റം ചമ്മന്തിയുണ്ട്, സാമ്പാറും തിരിച്ചോളാം. ഓൾഡ് എല്ലാം കിട്ടുന്ന സാധനമാണ്, പക്ഷെ വേറെ ടേസ്റ്റാണ്. പൊറോട്ട പിന്നെ ഓംലേറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മച്ചന്മാർ ഇതാ നമ്മുടെ മൂന്നാറുള്ള തേയിലക്കാടുകളുടെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പൊളി വൈബ് കണ്ട. ഒരു നല്ല പച്ച പുതച്ച് കിടക്കുന്ന ഒരു വൈബാണ് നമ്മുടെ ഈ ഒരു തേയില തോട്ടത്തിന്. പൊളിയല്ലേ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു അരുവി പോകുന്നുണ്ട് ഇങ്ങനെ. എത്ര രൂപ? 1.30. എവിടെ നോക്കട്ടെ. കൈനീട്ടോ വരുമ്പോ ഇങ്ങനെയുള്ള അമ്മമാരുണ്ട്. എവരുടെ ഇന്നൊക്കെ ഇതുപോലെ വാങ്ങണം, കഴിക്കണോ. നമ്മൾ വീഡിയോ എടുക്കണോ, യൂട്യൂബിലിടും. കഴിക്കും. ഒരെണ്ണം കഴിയാമ്മ. ഒരു ചിന്ന പീസ് സ്നേഹം. അൻപക്കാകെ ഒരെണ്ണം. താങ്ക് യു. ഇപ്പം ഇങ്ങനെ അമ്മമാർ നമ്മൾ ബാർഗെയിൻ ചെയ്തു എങ്കിലും அவங்க சொந்தக்காரங்க இருக்காங்க. அங்கே போய் மாங்காய் 30 ரூபா 40 ரூபா கழிச்சு பைனாப்பிள் 30 ரூபா 40 ரூபா கணக்கு விலை குறைவு வாங்கிட்டு வந்து 20 ரூபா இருக்குது. நாங்கள் 3000 ரூபா இருக்கு மக்கள். നമുക്ക് அவ்வளோதான் போதும். ஒரு நாளைக்கு 10 கிலோ 5 കിലോ എടുക്കുന്നു. അപ്പം നല്ല സ്നേഹത്തോടെ നമുക്ക് അമ്മ തന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പം താങ്ക് യു. വേറെ ലെവലാണ് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്. വേറെ ഇനി ഉണ്ടെന്ന്
അപ്പോൾ മച്ചാന്മാരെ നേരെ നമ്മൾ മൂന്നാറൊക്കെ അടിച്ച് പൊളിച്ച് കറങ്ങുകയാണ്. എൻ്റെ പൊന്നോ വേറെ ലെവല് കോടയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. താഴെ തേയിലത്തോട്ടങ്ങൾ, വാ തേയിലത്തോട്ടങ്ങളും അതിനോടൊപ്പം എൻ്റെ അമ്മ കോടയല്ലേ, ഒരു രക്ഷയില്ല. ഞാനും അഭിയൊക്കെ എന്തായാലും അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത കോടയാണ്. എൻ്റെ ഫോനും മക്കളെ വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. നമ്മൾ ഇപ്പുറത്തേക്കൂടെ കണ്ടുകൂടാ ആ ലെവല്. എന്തായാലും ആരും മിസ് ചെയ്യണ്ട. നമ്മുടെ മൂന്നാറെന്ന് പറയുന്നത് വേറെ ലെവല് വൈബാണ് മക്കളെ, പൊളിയാണ്, അത്രയ്ക്ക് രസമാണ്. നമ്മളൊരു ഒരുമിച്ച് റെഡി 1 2 3. എന്തായാലും പൊളി വൈബ്. ഓ പറഞ്ഞ ഞാൻ ഇതിലെ മനുഷ്യന്മാര് ആകെ കുളമായി. ഞാൻ നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു അതാണ്. അപ്പൊ ഇതുപോലൊരു കോസ്റ്റ്യൂം, ഈ ഒരു വൈബിന് പറ്റിയൊരു കോസ്റ്റ്യൂം ആയിരുന്നു. ഞാൻ ഇതങ്ങോട്ട് ഇടാൻ പോകുന്നത്. അപ്പൊ മച്ചാന്മാരെ നമ്മൾ പൊളിയായിട്ടുള്ള ഒരു വൈബ് അടിച്ച് പൊളിക്കാനായിട്ട് നേരെ ഇവിടെ എത്തിയതാണ്. എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കട്ട ഓഫ് അടിച്ചിരുന്നൊരു സമയമായിരുന്നു. എന്തായാലും ആ ഓഫ് അടിച്ചൊക്കെ മാറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിനി വൈബ് അടിച്ച് പൊളിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ കയ്യിൽ ഈ പറയുമ്പോൾ ഈ തണുപ്പത്ത് നല്ല കട്ടനൊക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ട സംവിധാനം എല്ലാം ആയിട്ടാണ് വന്നത്. പക്ഷേ ഈ തണുപ്പത്ത് പറ്റുമെന്ന് അറിഞ്ഞൂടെ, എന്തായാലും പറ്റുന്നത് പോലെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വൈബിൽ നമുക്കൊരു കട്ടനിട്ട് കുടിച്ചാലോ? പിന്നെ ഇനിയിപ്പം ഈ ഒരു വൈബിൽ കുറേ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. ഇവിടെ പലയിടത്തും ഭയങ്കര ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും പറ്റുന്നിടത്ത് ഇറങ്ങുക, ഒരു വീഡിയോ എടുക്കുക, ഇതൊക്കെയാണ് പ്ലാനിങ്. എന്തായാലും അടിച്ചു പൊളിക്കുക. രാവിലത്തെ കുളിയൊന്നും കഴിഞ്ഞില്ല, എന്തായാലും അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു യാത്ര. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളൊരു പ്ലാനിങ് ചെയ്തു. ജസ്റ്റ് ഒരു 1 hour കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. ശരിക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്തെങ്കിൽ ഇവിടെ എത്തൂല. 1 hour കൊണ്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ ആശയം നമ്മൾ എവിടെ എത്തി? മൂന്നാർ. എന്നിട്ട് നമ്മൾ കാന്തല്ലൂരാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് കാന്തല്ലൂർ പോണ വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ ഞാൻ ഒരു മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ അടുത്ത് തിരിക്കാൻ പോകുന്നത് ഈ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും നല്ല മനോഹര സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വ്ളോഗ് കവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ വ്യൂവേഴ്സിന് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും മൂന്നാർ കവർ ചെയ്യണം ഈ ഒരു ടൈമിൽ. അത്രയും നല്ല സ്പോട്ടാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ നേരെ മൂന്നാർ നമ്മുടെ ടീ പ്ലാന്റേഷനിൽ വന്നിട്ട് ഇവിടെ ഇവർ ഇലയൊക്കെ പറിച്ചിട്ട് നേരെ പ്ലാന്റിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരുടെ ഒരു രാവിലത്തെ ഒരു അധ്വാനം ആയിരിക്കും. എപ്പോൾ ഇറങ്ങി എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും വഴിയിൽ വന്നപ്പോൾ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ എടുത്തതാണ്. എല്ലാവരും ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട്, ഇഷ്ടമാതിരി പേരുണ്ട്. അവരിത് പറിച്ചിട്ട് കൊണ്ടുവരികയാണ് മൊത്തം.
என் பேர் முனியம்மா. മുനിയമ്മ എപ്പോഴാണ് ഈ വർക്കിനൊക്കെ ഇറങ്ങിയത്? രാവിലെ ജോലിക്ക് ഇറങ്ങിയ സമയം 8 മണി ടു ശനിയാഴ്ച மட்டும் 8 மணிக்கு ஒரு தடவை, 1 மணிக்கு காலையில 8 மணிக்கு வந்துட்டு சாயந்தரம் 5 மணிக்கு தான் போகணும். 5 மணிക്ക് പോകും. ഇപ്പൊ ഓരോ ട്രിപ്പ് വന്ന് വണ്ടിയിൽ കൊണ്ടുപോകും. പ്ലാന്റിൽ ബ്ലാക്ക് ഇതെല്ലാം വണ്ടിയില കൊണ്ടുപോകും. വേണ്ട അഴിട്ട് പോங்க ബ്ലാക്ക് വേണ്ട. കൊണ്ടുപോയിട്ടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്നും പറ്റത്തില്ല. എങ്ങനെ ജോലിക്ക് എങ്ങനെ ഇഷ്ടമാണ്? എങ്ങനെയുണ്ട്? கொஞ்சம் வச்சுக்கோங்க, எதுக்காவது தேவைப்படும்ல. அழிட்டு போங்க. வேணுமா? ചോദിക്കാണ് വേണമെങ്കിൽ തേയില കൊണ്ടുപോകാനാണ് പറഞ്ഞത്. നമുക്ക് കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കാണാനും എന്തായാലും നല്ല രസം. ആന്റിയുടെ പേരെന്താ പറഞ്ഞ? പത്മ. അപ്പോൾ പത്മ ആന്റി നമ്മുടെ അടുത്ത് എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ഇറങ്ങി ടീ പ്ലാന്റിൽ ഇറങ്ങി അവരിതൊക്കെ പറിച്ച് നല്ല മലയും കുന്നൊക്കെ കയറും. അത് കഴിഞ്ഞിട്ട് മഴയായിരുന്നാലും വെയിലായിരുന്നാലും പ്രശ്നം 6 മണിക്കൊക്കെ ഇറങ്ങും. രാവിലെ 8 മണിക്ക് 5 മണി തന്നെ. അപ്പോൾ കാലയിൽ 8 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഇറങ്ങും. ഇവിടെ വരുമ്പോൾ നമുക്കും കൂടെ ചെറിയ തമിഴ് ഇങ്ങനെ കയറി വരും. മലയാളമോ തമിഴാ? തമിഴാണ് എല്ലാവരും തമിഴാണ്. അപ്പം എന്തായാലും മൂന്നാർ എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പൊ വരണം എപ്പോഴെങ്കിലും. ഈ മഴയത്ത് നല്ല രസം, നല്ല മഴ, നല്ല തണുപ്പ്, നമ്മളിത് ആസ്വദിക്കുകയാണ്. അപ്പോ ബൈ ബൈ. ഒരു മോഡൽ, ഒരു ഭംഗിക്കാൻ വീഴണം. டீ குடிக்க கூட ஒரு 100 ரூபாய் கட்டாலும் கொடுப்பாங்க. தூ அந்த சின்ன தூவ கையில பாத்து போங்க. சரி சரி. சரியான குளிர். അപ്പോൾ അങ്ങനെ കാന്തല്ലൂരിലോട്ട് ഇനി പോകാൻ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം നല്ലൊരു ലൊക്കേഷനിലെത്തി. നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടെ കാണാനായിട്ട്. നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല കോടയൊക്കെ നിറഞ്ഞ് കിടക്കുന്ന പൊളി ഒരു വൈബാണ്. ഇതവിടെ ഒരു വാട്ടർഫാൾസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്നല്ല 2, 3 എണ്ണമൊക്കെ കാണുന്നുണ്ട്. അതിൽ ഒരെണ്ണം സൂം ചെയ്ത് കാണാൻ പറ്റുമോ നോക്കാം. ഒരു വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ ഏകദേശം കാടും മേടൊക്കെ കഴിഞ്ഞ് നേരെ ഇതാ കാന്തല്ലൂർ. നല്ല പൊളി അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ഇനിയിപ്പം അവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബോർഡൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇട റോഡ് വഴിയൊക്കെ കയറി വരും, പിന്നെ ഒരു മെയിൻ റോഡാവും. അങ്ങനെ ഭയങ്കര സെറ്റ്. കാന്തല്ലൂർ വൈബ് വേറെ ഒരു രക്ഷയില്ലാത്ത വൈബ്. അവിടെ നിർത്തണേ, നമുക്ക് ആ ഒരു വൈബ് കൂടെ ആസ്വദിച്ചിട്ട് പോകാം.